എടപ്പാളിൽ എത്ര സിനിമ കൊട്ട കണ്ടായിരുന്നു? 1 അല്ലെങ്കിൽ അര, അല്ലെങ്കിൽ അങ്ങോട്ടോ പോയിരുന്നു. പിന്നെ പിശാചി അകത്തായി മാറി. അസ്സലാമു അലൈക്കും, ദാ TV വെച്ചോളൂ. അപ്പോ ആരാ കൊണ്ടുവന്ന്? ബാപ്പയാണ്, അളിയനാണ്, അമ്മാമനാണ് അല്ലേ? സിനിമ മാറ്റിനി, നോൺ ഷോ, മോർണിംഗ് ഷോ, പിന്നെ ഫസ്റ്റ് ഷോ, സെക്കൻഡ് ഷോ കഴിഞ്ഞ് അകത്തായപ്പോഴോ 24 മണിക്കൂർ. അകത്തായപ്പോൾ 24 മണിക്കൂർ. ബഹുമാനപ്പെട്ട ചങ്ങാതി അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിക്കാത്ത കുടിയിരിക്കലാഘോഷം നടത്തുന്നു. എന്താ? സുബൈക്ക് എല്ലാവരും വരണം. സുബൈക്ക് പള്ളിയിലേക്ക് അള്ളാഹു ക്ഷണിക്കുമ്പോ അവിടെ പോകരുത്, എന്റെ വീട്ടിലേക്ക് വരണം. എന്നിട്ടൊരു ബാങ്ക് കൊടുക്കല്. ആ മൂലയിൽ ഒരാള്, ആ മൂലയിൽ ഒരാള്, ഈ മൂലയിൽ ഒരാള്, ആ മൂലയിൽ ഒരാള്. ഹയ്യ അലസ് സ്വലാത്ത്. നോക്കണം നിങ്ങൾ, അള്ളാഹുവിന്റെ കൽപ്പനക്ക് നേരെ എതിര്. എന്നിട്ട് ആദ്യം തന്നെ മുസാഫ് വെച്ചു, പിന്നെ TV കയറ്റി. TVന്റെ മുകളിൽ മുസാഫ്. നമ്മുടെ സിനിമാ നടീനടന്മാരെ അപമാനിക്കാൻ, ഖുർആനെ അപമാനിക്കാനാണോ എന്ന് പറയാൻ നിവൃത്തിയില്ല. ഈ രീതിയിൽ. അപ്പോൾ പിന്നെ 24 മണിക്കൂറായി. എല്ലായിടത്തുമല്ല, തീരെ അതില്ലാത്ത ഒരുപാട് ആളുകളുണ്ട്. എറണാകുളത്തെ വലിയൊരു മുതലാളി പറഞ്ഞു, ആ വികാലാൻഡിൽ പോകുന്നതിന് മുമ്പ് എന്നെ ഒന്ന് മരിപ്പിച്ച് കിട്ടിയാൽ മതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നെ സൗർ ഗുഹയിൽ പോയിട്ടില്ല. സൂറത്ത് തൗബ 35 മുതൽ 40 വരെയുള്ള ആയത്തുകൾ നോക്കൂ. സൗർ ഗുഹയെ പറ്റി പറയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ ഹിറാ ഗുഹയിൽ പോയിട്ടില്ല. ഇഖ്റ ബിസ്മിയുടെ ആ ഉറങ്ങാത്ത നശിക്കാത്ത ഓർമ്മകൾ തിളങ്ങി നിൽക്കുന്ന ഹിറാ ഗുഹയിലേക്ക് പിന്നെ റസൂലുള്ളാഹി പോയിട്ടില്ല. വതീനി വസൈത്തുൻ വതൂരി സീനീൻ, സീനാ പർവ്വതത്തിലേക്ക്, തൂർ പർവ്വതത്തിലേക്ക് പോകാനൊരുങ്ങിയ ആളുകളെ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു തടഞ്ഞു. സൂറത്തുൽ ഫത്ഹ് 18-ാമത്തെ ആയത്ത് നോക്കുക. ലഖദ് റളിയല്ലാഹു അനിൽ മുഅ്മിനീന ഇദ് യുബായിഉനക തഹ്ത അശ്ശജറ, മരച്ചുവട്ടിൽ വെച്ച് താങ്കളോട് കരാർ ചെയ്ത ആളുകളെ അള്ളാഹു ഇഷ്ടപ്പെട്ടിരിക്കുന്നു. ഉമർ ഫാറൂഖിന്റെ കാലമായപ്പോ ചില ആൾക്കാരും മദീനയിൽ നിന്ന് ഹുദൈബിയയിലേക്കൊരു ടൂറ്, എന്ത് ഇസ്ലാമിക് ടൂർ. എന്താ പരിപാടി? ഒന്നുമില്ല, മെഴുകുതിരിയില്ല, ചന്ദനത്തിരിയില്ല, ജാറമില്ല, ദർഗയില്ല, മക്കാമില്ല, അപവാണിഭമില്ല, ഉറൂസ് മുബാറക്കില്ല, ചന്ദനക്കുടമില്ല, ആനയില്ല, ചെണ്ടയില്ല, കൊട്ടില്ല, ഒന്നുമില്ല. പിന്നെന്താ? ആ മരത്തിന്റെ ചോട്ടിൽ പോയി മെല്ലെ ഒന്നിരിക്കാൻ, വെറുതെ ഒന്നിരിക്കാൻ, എന്നിട്ടും പോരാൻ. വിവരം ഖലീഫ അറിഞ്ഞു, ഭരണാധികാരി അറിഞ്ഞു. എന്നിട്ട് എന്ത് ചെയ്തു? 10 ബസ്, ഒരു റിസോർട്ട്, കുറച്ച് ഹോട്ടല്, ലോഡ്ജ്, കരണ്ട് ആണോ? അല്ല, കോടാലിയുമായിട്ട് പറഞ്ഞയച്ചു. എന്തിന്? ഖുർആനിൽ പറഞ്ഞ ആ മരം വെട്ടി നശിപ്പിക്കാൻ. സുബ്ഹാനല്ലാഹ്. ഒരു നാട്ടിൽ ചെന്നപ്പോ അവിടെ ആ നാട് കീഴടക്കിയപ്പോൾ അവിടെ ദാനിയേൽ പ്രവാചകന്റെ എന്ന് പറയപ്പെടുന്ന ഒരു മയ്യത്ത്, ആ മയ്യത്ത് ചീഞ്ഞു പോയിട്ടില്ല. ക്ഷാമം വരുമ്പോ ആ ഗുഹയിൽ നിന്ന് മയ്യത്ത് പുറത്തേക്ക് എടുക്കും. ക്ഷാമുണ്ടാകും, ക്ഷാമം തീരും, മഴ പെയ്യും, അങ്ങോട്ടന്നെ ഉള്ളിലേക്കാക്കും. ഖലീഫ വിവരമറിഞ്ഞു. രാത്രി ആരും കാണാതെ ആ മയ്യത്ത് കബറടക്കുന്നതിന് മുമ്പ് പട്ടാപ്പകൽ 30 കബറുകൾ കുഴിച്ചു. 30 കബറുകൾ കുഴിച്ചു. എന്നിട്ട് അതിൽ ഒന്നിൽ രാത്രി ആരും കാണാതെ മയ്യത്ത് മൂടി, ബാക്കിയുള്ള കുഴികളും മൂടി. എന്തിന്? തൊഴാതിരിക്കാൻ. ഇപ്പോ മുടി ബിംബമാകാൻ പോവുകയാണ്, മുടി ജാറമാകാൻ പോവുകയാണ്, മുടി ദർഗയാകാൻ പോവുകയാണ്. പുതിയ ബിംബം, ഉസ്താദിന്റെ ബിംബം, മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കള്ളപ്പേരിലുള്ള ബിംബം ഉണ്ടാകാൻ പോവുകയാണ്. പ്രതികരിക്കണം, പ്രതിഷേധിക്കണം. പുരാവസ്തു വകുപ്പിൽ ഒരു അന്വേഷണം വരേണ്ടതാണ്. ഇത് 14 നൂറ്റാണ്ട് മുമ്പുള്ളൊരു സാധനമാണെന്നാണല്ലോ പറയുന്നത്. അത് തെളിയിക്കപ്പെടേണ്ടതുണ്ട്. ഇവിടെ മ്യൂസിയത്തിലോ മറ്റൊക്കെ ഇത് 500 കൊല്ലം പഴക്കമുള്ള പുസ്തകം എന്ന് പറഞ്ഞാൽ സമ്മതിക്കാൻ പറ്റുമോ? ഇല്ല. 1506 മുതൽ 1510 വരെ ഉള്ള 6 വർഷങ്ങളിൽ ലിയാനോർഡോ ഡാവിഞ്ചി എഴുതിയ നോട്ട് ബുക്ക് 72 പേജുള്ളത് 145 കോടി രൂപക്കാണ്. 145 കോടി രൂപക്കാണ് നമ്മുടെ മൈക്രോസോഫ്റ്റിന്റെ മുതലാളി അദ്ദേഹം വിലക്ക് വാങ്ങിയത്. അത് ഒറിജിനൽ സാധനമാണ്. ഇതോ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടി ഭൂമുഖത്ത് എവിടെയും ഇല്ല. ടോക്കിയോവിലില്ല, ഇസ്തംബൂളിലില്ല, വെല്ലൂരിലില്ല, ദുബായിലുമില്ല, ബോംബെയിലുമില്ല. പിന്നെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മയ്യത്ത് മദീനയിലാണുള്ളത്. വഹാബി ഗവൺമെന്റിന്റെ കയ്യിലാണുള്ളത്.
നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തലയിലെ മുഴുവൻ മുടിയടക്കം മുഴുവൻ ശരീരവും അവിടെയുണ്ട്. പക്ഷേ അത് നമ്മൾ പുറത്തെടുക്കുകയില്ല. കാരണം അവിടെ മുസ്ലിയാക്കന്മാരില്ല. കാരണം നമുക്ക് പരലോകബോധമുണ്ട്. ഇന്നൊരു മുടിയെടുത്ത് പുറത്തു വെച്ചാൽ മതി, കോടിക്കണക്കിന് ഉറുപ്പിക വരുമാനമുണ്ടാകും. പക്ഷേ ചെയ്യാൻ പറ്റുകയില്ല. ഇവിടെ ഇതാ മുടി ദൈവമാകാൻ പോവുകയാണ്, മുടി ബിംബമാകാൻ പോവുകയാണ്. അതിന് വിളക്കും വെളിച്ചവും പള്ളിയും 1 പൈസ ചെലവിലുള്ള പള്ളിയാണെങ്കിലും 40 കോടി ഉറുപ്പിന്റെ ചെലവിലുള്ള പള്ളിയാണെങ്കിലും ശരി, ഫലം ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് ജനങ്ങളെ പ്രതിഷേധിക്കുക, മാന്യമായി പ്രതികരിക്കുക. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ വിൽക്കാൻ സമ്മതിക്കരുത്. നോക്കുക, അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും നമ്മുടെ സമൂഹത്തെ കാർന്നു നിന്നത് ഏതൊക്കെ വഴിയിലാണ് എന്ന്. പേനക്കെന്താ വില? 5 രൂപയാണ്. മൗലാന മൗദൂദി ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാവ് എഴുതിയ പേന ഒരാൾ വാങ്ങിയത് 24 ലക്ഷം രൂപക്കാണ്. എന്തേ അയാൾ കേട്ട ക്ലാസ്? എത്ര സാഹിത്യങ്ങളാണ് ജമാഅത്തെ ഇസ്ലാമിക്ക്, എത്ര പുസ്തകങ്ങളാണ്, എത്ര സമ്മേളനങ്ങളാണ്, അല്ലേ? 24 ലക്ഷം ഉറുപ്പിക ഒരു പേനക്ക്, 5 റുപ്യന്റെ പേനക്ക് ചെലവാക്കണമെങ്കിൽ അയാളുടെ കയ്യിൽ എത്ര കാശുണ്ടാകണം, അല്ലേ? ഇതാണ് ഒരു കുപ്പി വെള്ളത്തിന് 15 രൂപയാണ്. സമസ്ത 3 കുപ്പി വെള്ളം വിറ്റത് 75,000 ഉറുപ്പിയേക്കാം. എന്താ കാരണം? വൃത്തികെട്ട വെള്ളമാണ്. എന്ത്? കള്ളമുടി വീണതാണ്. ചോറിൽ മുടി കാണും നമ്മൾ വീട്ടിൽ. അതാരതാ? നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മാന്റെതാണ്, പെങ്ങളതാണ്, ഭാര്യൻ്റെതാണ്, മകളുടെതാണ്. ആ മുടിമെല്ലാം ഒഴിവാക്കി ഭക്ഷണം കഴിക്കും, ഇല്ലേ? ഇതോ കള്ളമുടിയാണ്. മഅദനി പാവങ്ങളുടെ പടത്തലവനായ അവർണർക്ക് അധികാരമെന്ന മനോഹരമായ സ്വപ്നവുമായി ജനങ്ങളെ കുപ്പിയിലാക്കിയ പ്രസംഗകൻ കോഴിമുട്ട വിറ്റത് 20,000 ഉറുപ്പിയേക്കാം. എന്താ? തുപ്പല് വരട്ടിയിട്ടുണ്ട്. കോഴിമുട്ട വിറ്റത്, ആപ്പിൾ വിറ്റത് 20,000 ഉറുപ്പിയേക്കാം. എന്താ? തുപ്പല് വരട്ടിയിട്ടുണ്ട്. ഈ രീതിയിലാണ് ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ടിരിക്കുന്നത്. കാരന്തൂരിൽ തലയെക്കെട്ട് കെട്ടിയ എത്രയോ ചെറുപ്പക്കാർ, എത്രയോ വിദ്യാർത്ഥികൾ ആ കള്ള 1.25 മീറ്റർ നീളമുള്ള കള്ളമുടിയിട്ട വെള്ളം കുടിക്കുവാൻ ക്യൂ നിൽക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. കോഴിക്കോട് നഗരത്തിൽ വന്നാണ് പള്ളിന്റെ ശിലാസ്ഥാപനം നിർവഹിക്കുന്നത്. പള്ളി കോഴിക്കോടല്ല, കുറച്ചപ്പുറത്തോടെയാണ്. സുബ്ഹാനല്ലാഹ്. ഈ രീതിയിൽ സമ്മതിക്കരുത്. മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഴുവൻ മയ്യത്ത് കയ്യിലുണ്ടായിട്ട് അതിനൊരു മുടി പുറത്തെടുക്കാൻ പോലും തയ്യാറാകാത്ത സൗദി ഭരണകൂടം, വഹാബി ഗവൺമെന്റ്, മുജാഹിദ് ഗവൺമെന്റ്. കാരണം ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതുകൊണ്ട് ഈ വിശ്വാസം ശരിയായ രീതിയിൽ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരേണ്ടതുണ്ട്. ശരിയായ രീതിയിൽ നമുക്ക് കിട്ടേണ്ടതുണ്ട്. അതുകൊണ്ട് നമ്മുടെ പഠനയാത്രകൾ, നമ്മുടെ പര്യടന യാത്രകൾ, വിദ്യാർത്ഥിനികളുടെ യുവാക്കളുടെ യാത്രകൾ ചിട്ടപ്പെടുത്തേണ്ടതുണ്ട്. എങ്ങോട്ട് പോകണം, എന്തിനു പോകണം? എത്രയോ മരണങ്ങൾ, ദുർമരണങ്ങൾ എന്ന് പറയാവുന്ന മരണങ്ങൾ എവിടെയൊക്കെയോ പോയി, മാതാപിതാക്കൾ അടുത്തില്ലാതെ പുഴയിലോ കുഴിയിലോ കാനലിലോ കായലിലോ ഒക്കെ വീണ് മരിക്കുന്നു. സഹോദരങ്ങളെ, ദാരുണമാണ്. എന്തിനു പോകുന്നു? എന്താ യാത്ര പോകുമ്പോൾ പ്രാർത്ഥിക്കുന്നത്? സുബ്ഹാനല്ലദീ സഖറനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ. ബിസ്മില്ലാഹ്, അൽഹംദുലില്ലാഹ്, 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 അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് പടച്ചവന്റെ തിരുനാമത്തിലാണ്, അല്ലേ? ഈ വാഹനം ഞങ്ങൾക്ക് കീഴ്പ്പെടുത്തുന്ന അല്ലാഹുവേ നിനക്ക് സ്തുതി, അവൻ പരമപരിശുദ്ധനാണ്. വമാ കുന്നാ ലഹു മുഖ്രിനീൻ, ഞങ്ങൾക്കിത് കഴിയുമായിരുന്നില്ല എന്നല്ലേ പറയുന്നത്. അല്ലാഹുമ്മ അൻത സാഹിബു ഫി സഫർ, അല്ലാഹുവേ നീയാകുന്ന യാത്രയിലെ കൂട്ടുകാരൻ. വൽ ഖലീഫത്തു ഫിൽ അഹ്ൽ, അല്ലാഹുവേ നിന്നെ എന്റെ വീട്ടിൽ ഏൽപ്പിച്ചിട്ടാകുന്നു ഞാൻ പോകുന്നത്. അല്ലാഹുമ്മ ഹവ്വിൻ അലൈനാ സഫറനാ, അല്ലാഹുവേ ഈ യാത്ര ഞങ്ങൾക്ക് എളുപ്പമാക്കി തരണേ, അല്ലേ? അങ്ങനല്ലേ? ആണ്. അല്ലാഹുവേ ഞങ്ങൾ നിന്നോട് യാചിക്കുന്നു. എന്ത്? ചീത്തയായ മടക്കത്തിൽ നിന്നും വീട്ടിലും നാട്ടിലും ഉണ്ടാകുന്ന ദുഷിച്ച കാര്യങ്ങളിൽ നിന്നും, അല്ലേ? അതുപോലെ സഫർ, യാത്രയിലെ പ്രയാസങ്ങളിൽ നിന്ന്. പിതാക്കളെ, മാതാക്കളെ, നമ്മുടെ കുട്ടികൾ എങ്ങോട്ടെങ്കിലും പോകുമ്പോൾ അവരെ യാത്രയാക്കുന്നത് എന്ത് ഉപയോഗിച്ചിട്ടാണ്? ഇതാ അസ്തൗദികുമുല്ലാഹ ദീനക വമാനതക വഖൈറ ഔദതിക വഖവാതിമ അമലിക, നിന്റെ ദീനിനെയും നിന്റെ മതത്തെയും നിന്റെ വിശ്വസ്തതയെയും നിന്റെ കർമ്മങ്ങളുടെ പര്യവസാനത്തെയും എല്ലാം
നിന്റെ നല്ല മടക്കത്തെയും എല്ലാം ഞാൻ അള്ളാഹുവിനെ ഏൽപ്പിക്കുന്നു എന്നാണ്. അള്ളാഹിനെ ഏൽപ്പിച്ചു പോകാൻ വിറ്റ വിഷയാകണ്ടേ? പണമായി, പണ്ടമായി, പറമ്പായി, അറയായി, വിസയായി, ജോലി വാഗ്ദാനമായി, സ്ത്രീധനം വാങ്ങുന്ന, സ്ത്രീധനം കൊടുക്കുന്ന ഒരു കല്യാണത്തിന് പോകുമ്പോ പ്രാർത്ഥിക്കാൻ പറ്റിയതാണോ? പലിശയും കൈക്കൂലിയുമായി ബന്ധപ്പെട്ട യാത്രക്ക് പോകുമ്പോൾ പ്രാർത്ഥിക്കാൻ പറ്റിയതാണോ ഇതൊക്കെ? ഇതൊന്നും പ്രാർത്ഥിക്കാതെ എങ്ങനെയാ പോവുക? എങ്ങനെയാണ് പോവുക? ചിന്തിക്കണം. അതുകൊണ്ട് നമ്മുടെ കുട്ടികളുടെ യാത്രകൾ ചിട്ടപ്പെടുത്തേണ്ടതുണ്ട്. ടൂറിസം, ലോകത്ത് വളർന്നുകൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസ സംവിധാനങ്ങൾ, അവയ്ക്കൊക്കെ അവയുടേതായ ലക്ഷ്യങ്ങളുണ്ട്, അതിലൊരുപാട് നന്മകളുണ്ട്. പക്ഷേ അവ ശ്രദ്ധിക്കാത്തൊരു വശമുണ്ട്, മതത്തിന്റെ നിർദ്ദേശം. ഭൗതികമായ ഭരണകൂടങ്ങളും ഭൗതികമായ കമ്മിറ്റികളും സ്ഥാപനങ്ങളുമൊക്കെ ജനോപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. യുവജനങ്ങളെ വളർത്തിയെടുക്കുവാൻ, വിദ്യാർത്ഥികൾ വളർത്തിയെടുക്കുവാൻ ഒരുപാട് പദ്ധതികൾ അവർക്കുണ്ട്. മനഃശാസ്ത്രജ്ഞന്മാർക്ക് യുവതീ-യുവാക്കളെയും വിദ്യാർത്ഥിനികളെയും വളർത്തിയെടുക്കുവാൻ ഒരുപാട് സംവിധാനങ്ങളുണ്ട്. പക്ഷേ അവർക്കും മനസ്സിൽ വന്നിട്ടില്ലാത്തൊരു വിഷയമുണ്ട്. അത് വിശുദ്ധ ഖുർആനും തിരുസുന്നത്തുമാണ്. അല്ലാഹുവും അവന്റെ റസൂലും കാണിച്ചു എന്ന വഴിയിൽ കാണുന്ന മനഃശാസ്ത്ര സമീപനങ്ങൾ, വിജയത്തിന്റെ വഴികൾ, ധർമ്മത്തിന്റെ കർമ്മത്തിന്റെ ധർമ്മസംസ്കാരം, അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതെല്ലാവരും ശ്രദ്ധിച്ചു കൊള്ളണമെന്നില്ല. അതിനാൽ അതുകൂടി ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു സംസ്കാരമാകണം. ഈ രാജ്യത്ത് ഒരുപാട് പെൺകുട്ടികൾ ബലാത്സംഗം ചെയ്യപ്പെട്ടിട്ടുണ്ട്, ഒരുപാട് പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയിട്ടുണ്ട്, ഒരുപാട് പെണ്ണുങ്ങൾക്ക് നേരെ ആക്രമണമുണ്ടായിട്ടുണ്ട്. ലോകത്ത് ഏറ്റവും കൂടുതൽ പെണ്ണുങ്ങൾ അസമയത്തും സമയത്തും ഒരുപോലെ സഞ്ചരിക്കുന്നത് നമുക്ക് കാണാം. അവരിൽ കാര്യമായ പോറലൊന്നും ഏൽക്കാതെ രക്ഷപ്പെടുന്നത് ആരാ? കന്യാസ്ത്രീകളാണ്. എന്താ കാരണം? അവരുടെ വേഷമാണ്. തൊട്ടാൽ പൊട്ടുന്ന രീതിയിൽ നമ്മുടെ കൊച്ചു പെൺകുട്ടികൾക്ക് പൊട്ടുംകുറ്റിക്ക് ചുറ്റും കയറുകൊണ്ട് വരിഞ്ഞു മുറുക്കുന്ന പോലെ കാലും കയ്യുമൊക്കെ വരിഞ്ഞു മുറുക്കുന്ന വസ്ത്രങ്ങൾ, ഒന്ന് കൈവക്കിയാൽ താണുപോകുന്ന പർദ്ദയുടെ കൈ, 5 മീറ്റർ സാരി ധരിച്ചിട്ടും ശരീരത്തിന്റെ മാംസള ഭാഗങ്ങൾ പുറത്തു, ഈ രീതിയിൽ വസ്ത്രം ധരിച്ചു പോകുന്ന പെൺകുട്ടിയുടെ ശത്രു ആരാണ്? അവൾ തന്നെയാണ്. അങ്ങനെ അവൾക്ക് വസ്ത്രം വാങ്ങിച്ചു കൊടുത്ത ഭർത്താവും ആങ്ങളയും ബാപ്പയും അവളും അവളുടെ ഉമ്മയുമാണ്. അല്ലേ? ചേരമ്പാടിയിലെ 7ാം ക്ലാസ് പഠിക്കുന്ന പെൺകുട്ടിയെ 1.5 പവൻ മാല മോഷ്ടിക്കുവാൻ വേണ്ടി അയൽവാസി കൊന്നു. ആരാണ് അവളെ കൊന്നത്? അങ്ങനെ ആഭരണം ധരിപ്പിച്ചു കൊടുത്ത മാതാപിതാക്കൾക്ക് അതിൽ നിന്ന് കൈ കഴുകാൻ പറ്റുമോ? ഇല്ല. എന്തായാലും ശരി, യുവാക്കളെ, യുവതികളെ, ബാലികാബാലന്മാരെ, നമുക്ക് രക്ഷപ്പെടണം. പെൺകുട്ടികളെ, മുള്ളിൽ വീണാലും ഇലയിൽ വീണാലും ഇലക്കാണ് തകരാറ്. അതുകൊണ്ട് ഈ ദുരന്തങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കാൻ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. എന്നാലും സ്വാമിമാർ ഇല്ലാതിരിക്കുമെന്ന് പറയാൻ നിവൃത്തിയില്ല. കശ്മലന്മാർ, കാമുകന്മാരെന്ന കള്ളപ്പേരിൽ ആദ്യം ചെവിയിൽ സ്നേഹം പകർന്ന്, പിന്നെ കണ്ണിൽ സ്നേഹം പകർന്ന്, പിന്നെ പള്ളയിൽ സ്നേഹം പകർന്ന വിഹിത ഗർഭത്തിന്റെ ഇരകളായി പുറത്തിറങ്ങേണ്ടി വരുന്നത് 100% തടയാൻ പറ്റുമോ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. നമ്മുടേതായ തടയലുകൾ, നമ്മുടേതായ പ്രതിരോധങ്ങൾ നമ്മൾ നടത്തേണ്ടതുണ്ട്. നമ്മുടെ വേഷം മാന്യമാകണം. ഒരു അന്യപുരുഷൻ പോലും തന്നെ നോക്കാൻ ഇടവരരുത് എന്ന് വസ്ത്രം ധരിക്കുമ്പോൾ പെണ്ണുങ്ങളെ നമ്മൾ ആഗ്രഹിക്കണം, പെൺകുട്ടികളെ നമ്മൾ ആഗ്രഹിക്കണം. സ്ഥാപനങ്ങളുടെ മേധാവികളെ, സ്കൂളുകളുടെ യൂണിഫോം പെൺകുട്ടികൾക്ക് നാശമാകരുത് എന്ന് തീരുമാനമെടുക്കണം. പെൺകുട്ടികളുടെ വേഷവും ആൺകുട്ടികളുടെ വേഷവും അവരുടെ അധപ്പതനത്തിന് കാരണമാകരുത്. അവരെ തട്ടിക്കൊണ്ടുപോകുവാനും അവരെ പ്രേമിക്കുവാനും അവരെയോടൊന്ന് സംസാരിക്കുവാനും അവരെ ഒന്ന് തോണ്ടുവാനും ഇടയാക്കുന്നതാകരുതെന്ന് സ്ഥാപനങ്ങളുടെ മേധാവികൾ തീരുമാനിക്കേണ്ടതുണ്ട്. രക്ഷിതാക്കൾ പറയേണ്ടതുണ്ട്. മതബോധമുള്ള കുട്ടികളെ നിങ്ങൾ പറയണം, ആ സ്ഥാപനം എനിക്ക് വേണ്ട, അവിടെ നിസ്കരിക്കുവാൻ സൗകര്യമില്ല, മൂത്രയിച്ചാൽ കഴുകാൻ സൗകര്യമില്ല, അവിടെ നല്ല കൂട്ടുകെട്ടില്ല, നോമ്പ് നോൽക്കാൻ അവസരങ്ങളില്ല, സുന്നത്ത് നോമ്പ് നോൽക്കാൻ അവസരമില്ല, വെള്ളിയാഴ്ച ജുമാക്ക് പോകാൻ അവസരമില്ല, അതുകൊണ്ട് ഞങ്ങൾക്കത് വേണ്ടെന്ന് പറയാൻ കഴിയണം. നമ്മുടെ വിദ്യാഭ്യാസ സംസ്കാരത്തിൽ ഉണ്ടാകേണ്ട
മാറ്റം വ്യക്തമാണ്. ഒരു കാര്യം ശരിയാണ്, നമ്മുടെ പ്രാർത്ഥനകൾ പടച്ചവൻ സ്വീകരിക്കണമെങ്കിൽ ഹലാലായ ഭക്ഷണം കഴിക്കണം. എഡ്യൂക്കേഷൻ ലോൺ എടുത്തിട്ട് പലിശ കൊടുത്തിട്ടാണ് മക്കൾ പഠിക്കുന്നതെങ്കിൽ മക്കളെ നമ്മുടെ പ്രാർത്ഥന പരീക്ഷയ്ക്ക് വിജയിപ്പിക്കുവാനുള്ള പ്രാർത്ഥനയായാലും മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യാനുള്ള പ്രാർത്ഥനയായാലും അള്ളാഹു സ്വീകരിക്കുവാൻ സാധ്യതയുണ്ടോ? ഉണ്ടോ? അള്ളാഹുവിന്റെ റസൂല് ചോദിച്ചില്ലേ, യഖൂലു റബ്ബി റബ്ബി, റബ്ബേ പടച്ചോനെ പടച്ചോനെ എന്നവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. മത്അമുഹു ഹറാം, അവന്റെ ഭക്ഷണം ഹറാമാണ്. മൽബസുഹു ഹറാം, അവന്റെ വസ്ത്രം നിഷിദ്ധമാണ്. ഉസിയ ഫിൽ ഹറാം, അവൻ ഹറാമിൽ ഊട്ടപ്പെട്ടവനാണ്. ഫഅന്നാ യുസ്തജാബ്, പിന്നെ എങ്ങനെയാണ് ഉത്തരം കിട്ടുക എന്ന്. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥനക്ക് പ്രത്യുത്തരം കിട്ടണമെങ്കിൽ പലിശയില്ലാത്ത, കൈക്കൂലിയില്ലാത്ത, സ്ത്രീധനമില്ലാത്ത ഒരു സാമ്പത്തിക വ്യവസ്ഥിതി വേണം. ലോകം മുഴുവൻ പലിശയില്ലാത്തൊരു സാമ്പത്തിക വ്യവസ്ഥിതിയെപ്പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞു, പേരിന്റെ കാര്യത്തിൽ നിങ്ങൾ തർക്കിക്കേണ്ടതില്ല. എന്താ കാരണം? പലിശയില്ലാത്ത ബാങ്കിന്റെ പേര് ഇസ്ലാമിക് ബാങ്ക് എന്നാണ്. ഹിന്ദു നടത്തിയാലും ക്രിസ്ത്യാനി നടത്തിയാലും ഡെമോക്രാറ്റിക് വ്യവസ്ഥിതി നടത്തിയാലും സോഷ്യലിസ്റ്റ് വ്യവസ്ഥിതി നടത്തിയാലും ഇന്ന് പലിശയില്ലാത്ത സാമ്പത്തിക ക്രമത്തിന്റെ പേര് ഇസ്ലാമിക് ബാങ്ക് എന്നാണ്. കച്ചവടക്കാരെ, കൃഷിക്കാരെ, എഡ്യൂക്കേഷൻ ലോൺ എടുക്കുന്നവരെ, വാഹനത്തിന്റെ ലോൺ എടുക്കുന്നവരെ, നിഷിദ്ധമാണത്, നിഷിദ്ധമാണത്, നിഷിദ്ധമാണത്. എങ്ങനെ രക്ഷപ്പെടണം? ആ നോട്ടുകെട്ടിൽ ഈ രാജ്യത്തെ പാവപ്പെട്ടവന്റെ കണ്ണുനീരുണ്ട്, അവരുടെ പുറുപുറുപ്പും വെറുമുറുപ്പുമുണ്ട്. അവരുടെ ശാപം തൊട്ടൊന്നുമില്ല, ഏതായാലും ശപിക്കപ്പെട്ട മുതലാണ്. മാർച്ച് 31 വരുന്നു, അതിനുമുമ്പേ ഒരു ഡെഡ് ലൈൻ വരക്കുക. കോടിക്കണക്കിന് ഉറുപ്പികയുള്ള ആളുകൾ, ഒരു ചെറുപ്പക്കാരൻ, യുവാവ്, ഒരു പള്ളിയിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അന്ത്യപ്രസംഗം അച്ചടിച്ചു വെച്ചത് വായിച്ചു. അതിൽ പലിശ ഞാൻ ഇന്നു മുതൽ ഇതാ എന്റെ കാൽ കീഴിൽ തിരിക്കുന്നു, ആദ്യമായി ഞാൻ ക്യാൻസൽ ചെയ്യുന്ന പലിശ എന്റെ പിതൃവ്യൻ അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബിന്റെതാണോ? എന്തൊരു ധീരമായ പ്രഖ്യാപനമാണ്. ഇന്നലെ പറഞ്ഞില്ല, കാക്ക മുത്തപ്പ ഞാൻ നാളെ പലിശ നിരോധിക്കാൻ പോണ്ടേ, വേഗം വലിക്കാനുള്ളൊക്കെ വലിച്ചോ? ഇല്ല. പെട്രോളിന് വില കൂടാൻ പോകുന്നു, അപ്പോൾ പെട്രോൾ ഉടമസ്ഥനായ കണ്ണിച്ചോരയില്ലാത്ത ജീവി പറയാണ് നാളെ കട തുറക്കണ്ട, നാളെ പെട്രോൾ ബങ്ക് തുറക്കണ്ട. സുഹൃത്തുക്കളെ, റസൂലുള്ളാഹി പറഞ്ഞു, അൽ ജാലിബു മബ്റൂക്, ചരക്കുകൾ മാർക്കറ്റിൽ എത്തിക്കുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ, വൽ മുഹ്തകിറു മൽഊൻ, പൂഴ്ത്തിവെക്കുകാരൻ ശപിക്കപ്പെട്ടവൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിക ലോകത്ത് പലിശയെ നിരോധിക്കുകയാണ്. കോടിക്കണക്കിന് ഉറുപ്പിക പലിശ ഇനത്തിൽ കിട്ടാനുണ്ട് പല ആളുകൾക്കും. പക്ഷേ അള്ളാഹു പറഞ്ഞു, സൂറത്ത് അൽ ബഖറ 275 മുതൽ 280 വരെയുള്ള ആയത്തുകൾ, വലക്കും റൂസു അംവാലിക്കും, ക്യാപിറ്റൽ മാത്രം നിങ്ങൾക്കെടുക്കാം. ഈ പ്രസംഗം വായിച്ചു ആ ചെറുപ്പക്കാരൻ, കോടിക്കണക്കിന് ഉറുപ്പിക പലിശയിൽ മുങ്ങിക്കിടക്കുന്നു. അയാൾ തീരുമാനിച്ചു, മാർച്ച് 31 പലിശയിൽ നിന്ന് മോചനം നേടിയിട്ട് പ്രാർത്ഥനക്ക് പ്രത്യുത്തരം കിട്ടണം. ഇപ്പോൾ ആ ചെറുപ്പക്കാരൻ രക്ഷപ്പെട്ടിരിക്കുന്നു. ഇടക്കിടക്ക് ഫോൺ ഓഫാണ്, മക്കത്താണ്. പള്ളിയുണ്ടാക്കുവാനുള്ള രഹസ്യമായ സന്ദർഭങ്ങളെല്ലാം ഉപയോഗപ്പെടുത്തുന്നു. അള്ളാഹുവെ അനുഗ്രഹിക്കുമാറാകണം. ഈ പ്രാർത്ഥന കോടിക്കണക്കിന് ആളുകളുടെ പ്രാർത്ഥനയാണ്. നമുക്കും ഈ പ്രാർത്ഥന കിട്ടണം. കടകളും കമ്പോളങ്ങളും വാഹനങ്ങളും ലോണുകളും ഉപയോഗപ്പെടുത്തുന്ന ആളുകൾ തീരുമാനമെടുക്കണം, രക്ഷപ്പെടണം. അപ്പോ നമ്മുടെ മാതാപിതാക്കളുടെ, മക്കളുടെ, കൂട്ടുകുടുംബാദികളുടെ പ്രാർത്ഥനകൾ സഫലമാകേണ്ടതുണ്ട്. അതിന് നല്ല ഭക്ഷണമാകണം, നല്ല വസ്ത്രം ധരിക്കണം. എങ്കിലേ അക്രമത്തിനിരയാകുന്നത് കുറയൂ. ഏറ്റവും കൂടുതൽ അക്രമങ്ങൾക്കിരയാകുന്നത് ആഭരണങ്ങൾ അണിയുന്ന പെൺകുട്ടികളാണ്, പെണ്ണുങ്ങളാണ്, സംശയമില്ല. അത്യാവശ്യമുണ്ടോ ഇത്? മണ്ണിൽ കിടക്കുന്ന ആ സാധനം എന്തിന് തലയിൽ വെച്ച് കൊണ്ടു നടന്ന് കോടിക്കണക്കിന് ഉറുപ്പിക ചത്തുപോയ അസറ്റാക്കി നിലനിർത്തണം? സ്ത്രീധനമില്ലാതാകണമെങ്കിൽ സ്ത്രീധനത്തെ താങ്ങി നിർത്തുന്ന 2 സാഹചര്യങ്ങൾ ഇല്ലാതാകണം. അതിലൊന്ന് ആഭരണ ഭ്രമമാണ്. കുറ്റിപ്പുറത്ത് 1987 നമ്മൾ സമ്മേളനത്തിൽ പങ്കെടുത്ത ആൾക്കാരൊക്കെ ഒന്ന് കൈവക്കിയേ. ഒന്ന് കൈവക്കി. വാ, ഉഷാർ ഉഷാർ, അൽഹംദുലില്ലാഹ് എന്ന് വെച്ചാൽ ബാക്കിയുള്ളവരൊക്കെ അതിന് ശേഷം വന്നതാണ്. അതാണ് അതിന്റെ മഹത്വം. ശരി, അന്ന് നമ്മൾ 16 പ്രമേയങ്ങൾ പാസാക്കി. അതിലൊന്ന് ആഭരണ ഭ്രമം ഒഴിവാക്കണം എന്നതായിരുന്നു.
അതിലൊന്ന് ആഭരണങ്ങൾക്ക് രജിസ്ട്രേഷൻ ഏർപ്പെടുത്തണമെന്നായിരുന്നു. എന്റെ ജ്വല്ലറി സുഹൃത്തുക്കൾ ക്ഷമിക്കുക, ആഭരണങ്ങൾക്ക് രജിസ്ട്രേഷൻ ഏർപ്പെടുത്തണം. ലോകത്തങ്ങനെ ഒരു പ്രമേയം ഉണ്ടായിട്ടുണ്ടോ? ആർജവമുള്ള, ആണത്തമുള്ള, തന്റെ ഇടമുള്ള, നട്ടലുള്ളൊരു പ്രമേയം ഗവൺമെന്റിനോട് നമ്മൾ ആവശ്യപ്പെടുകയാണ്. കോടി ഉറുപ്പികയുടെ ആഭരണം വാങ്ങിയാൽ രജിസ്റ്റർ ചെയ്യണ്ട. ഒരു തുണ്ട് ഭൂമി വാങ്ങിയാൽ 100 റുപ്യന്റെ ഒരു ഭൂമി വാങ്ങിയാൽ രജിസ്റ്റർ ചെയ്യണം. മാറ്റം വരണം. ആഭരണ ഭ്രമം ഒഴിവാക്കുക. 1987 25 കൊല്ലമായി. ഈ 25ാം വാർഷികത്തിൽ കോഴിക്കോട് സമ്മേളനം തുടങ്ങാൻ പോകുന്നതിന്റെ തുടക്കത്തിൽ കുറ്റിപ്പുറത്തിനടുത്ത എടപ്പാളിൽ വെച്ച് നമുക്ക് പ്രഖ്യാപിക്കാം, നിങ്ങൾ പ്രഖ്യാപിക്കണം, ആഭരണ ഭ്രമം ഒഴിവാക്കുക എന്ന ആ പ്രമേയത്തിലെ ഭ്രമം എന്ന വാക്കൊഴിവാക്കണം. ഭ്രമം എന്ന വാക്കൊഴിവാക്കണം, ആഭരണം ഒഴിവാക്കുക. എങ്കിൽ സ്ത്രീധനം കൊടുക്കാൻ കഴിവില്ലാത്ത 10,000-കണക്കിന് പെൺകുട്ടികളുടെ ജീവിതത്തിന് അർത്ഥം കിട്ടും. പാവം എന്ന് പറയാൻ പാവം എന്ന 3 മാത്രകൾ മാത്രമേ ആവശ്യമുള്ളൂ. പാവത്തരം മാറ്റാൻ നമുക്ക് പ്രായോഗികമായി പണിയെടുക്കേണ്ടതുണ്ട്. അപ്പോ യുവതി യുവാക്കളെ ഏറ്റവും കൂടുതൽ ഗ്രസിക്കുന്ന ഒരു രോഗമാണ് സ്ത്രീധനം. സ്ത്രീധനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, വിവാഹ രംഗത്തെ തകർച്ചകൾ, തളർച്ചകൾ, അതിന് അനുബന്ധമായി ഉണ്ടാകുന്ന വിവാഹമോചനങ്ങൾ, സ്ത്രീ പീഡനങ്ങൾ, എല്ലാറ്റിനും നമുക്ക് പരിഹാരമുണ്ടാക്കണം. അതിന് യുവാവും യുവതിയും മതപരമായി വളരുകയല്ലാതെ വേറെ വേറൊന്നുമില്ല. സൗന്ദര്യം ഉണ്ട്, അത് വർദ്ധിപ്പിക്കുവാൻ പല ലേപനങ്ങളുമുണ്ട്, വസ്ത്രമുണ്ട്, സാഹചര്യങ്ങളുണ്ട്. വിവാഹ ജീവിതം എല്ലാ പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും ഒരു തെളിമയും ഒരു തെളിച്ചവും കവിളിനൊരു ശോഭയും ഒക്കെ ഉണ്ടാക്കി കൊടുക്കും. പക്ഷേ ഉള്ളിന്റെ ഉള്ളിൽ കത്തി തിളങ്ങി നിൽക്കുന്ന സ്നേഹം ഉണ്ടാകണമെങ്കിൽ, കരുണയും ദയവും ഉണ്ടാകണമെങ്കിൽ ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിനെ പറ്റിയുള്ള ഭയം വേണം. തെറ്റുകളിൽ നിന്ന്, കുറ്റങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുവാൻ പരലോകബോധം ആവശ്യമാണ്. സിനിമയുടെയും ഗാനമേളയുടെയും ഒപ്പനയുടെയും ലോകത്തേക്ക് കടന്നു പോകുമ്പോൾ ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ 5 മിനിറ്റ് നോക്കാൻ സമയം കിട്ടുന്നില്ല, ഇങ്ങോട്ട് തിരിഞ്ഞു നിൽക്കുകയാണ്. പണ്ട് നമ്മുടെ വീടുകളിൽ കസേരകൾ അങ്ങോട്ടും ഇങ്ങോട്ടുമാണ് ഇട്ടിരുന്നത്. ഇപ്പോൾ ഒരേ ദിശയിലേക്ക്, ആ വിഡ്ഢിപ്പെട്ടിയുടെ നേരെ ദിശയിലേക്ക് കസേരകൾ ഇട്ടിട്ടുണ്ടോ എന്ന് സംശയം. വാതുക്ക മുട്ട് കേൾക്കുമ്പോ, ഫോൺ ബെല്ലടി കേൾക്കുമ്പോ ആരാണാവോ ഈ ക്ലൈമാക്സിൽ സ്വർഗത്തിലെ കട്ടുറുമ്പാകാൻ വന്നിരിക്കുന്നു എന്ന തോന്നലാണോ ഉണ്ടാകുന്നത്? ഭർത്താവ് ആയിരക്കണക്കിന് മൈലുകൾക്കപ്പുറത്ത് വിളിക്കുമ്പോഴും സിനിമയുടെ ക്ലൈമാക്സിലെത്തുമ്പോൾ ആട് വിളിക്കുന്നെങ്കിൽ പണ്ടാരം ആരാണോ എന്ന് വിചാരിച്ചുകൊണ്ടാണോ ഫോൺ എടുക്കുന്നത്? സുഹൃത്തുക്കളെ, സഹോദരിമാരെ, സഹോദരന്മാരെ, നമ്മൾ ഇഷ്ടപ്പെടേണ്ടതുണ്ട്. തീർച്ചയായും യുവാക്കളും ബാലികാബാലന്മാരും കുമാരന്മാരും നടത്തിയിട്ടുള്ള 100 അക്രമങ്ങൾ സിനിമാ സ്റ്റൈലിൽ അനുകരിച്ചുകൊണ്ടുള്ളതാണ്, അല്ലേ? മോഷണശ്രമങ്ങൾ, അല്ലെ? കൊലപാതകങ്ങൾ എല്ലാം നോക്കുക, ഭവനഭേദനങ്ങൾ എല്ലാം ഈ സ്റ്റൈലിലുള്ളതാണ്. വേദനാജനകമായ ഒരു രംഗം കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. പിതാവ് സ്ഥലത്തില്ല, മാതാവ് മകനെ ട്യൂഷന് പറഞ്ഞയക്കുന്നു. ട്യൂഷൻ മാസ്റ്റർ എത്താത്തതുകൊണ്ട് നേരത്തെ കുട്ടി വീട്ടിൽ വന്നു. ഒരു ബൈക്ക്, ബന്ധുവിന്റെ ബൈക്ക് വീടിന്റെ ചുമരിനോട് പറ്റിപ്പിടിച്ച് വെച്ചിരിക്കുന്നു. വാതിലടച്ചിരിക്കുന്നു. അവിടെ അകത്തുനിന്ന് ശബ്ദം കേൾക്കുന്നു. റൂമിന് ചെറിയൊരു ഹോളുണ്ട്. നോക്കിയപ്പോൾ പ്രിയപ്പെട്ട അമ്മ ബന്ധുവിന്റെ കൂടെയാണ്, വസ്ത്രമില്ലാതെ. നമ്മൾ വായിച്ചിട്ടുണ്ട്, +2 പഠിക്കുന്ന വിദ്യാർത്ഥി അമ്മയെ വെട്ടിക്കൊന്ന കഥ. ഇവൻ ചെയ്തത് അതല്ല. മൊബൈലെടുത്തു, ആ രംഗം മുഴുവൻ പകർത്തി. പ്രതികാര ബുദ്ധി. മകൻ ആ വൃത്തികെട്ട അപമാനകരമായ രംഗങ്ങൾ കൂട്ടുകാർക്ക് മുഴുവൻ അയച്ചു കൊടുത്തു. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ വളർന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ കേരളത്തിന്റെ 100 കേന്ദ്രങ്ങളിലുള്ള ലൈറ്റ് എക്സിബിഷൻ, സൽവേഷന്റെ തുടർച്ചകൾ, ഇനിയും വരാനിരിക്കുന്നവയുടെ തുടക്കങ്ങൾ, ഇത് അവസാനമല്ല, തുടരുകയാണ്. ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ വ്യത്യാസമില്ലാതെ, മതവിഭാഗീയതകളില്ലാതെ എല്ലാവരും വന്നു പോകുന്നു. നല്ല സന്തോഷകരമായ കാഴ്ചയാണ്. എല്ലാവരും അതിന് സഹായിക്കണം. നമ്മുടെ നാട്ടിലെ ഈ രംഗം കണ്ടിട്ടില്ലാത്ത ആളുകളെ ഒന്ന് കാണിക്കുവാൻ നമ്മൾ പ്രത്യേകമായി ക്ഷണിക്കണം. കൊല്ലം പത്തനാപുരത്ത് എന്നപ്പോൾ
അവിടെ എക്സിബിഷൻ സന്ദർശിച്ച പുനലൂരിലെ MLA സാജു വന്ന് പറഞ്ഞത്, ഈ പത്തനാപുരത്തുള്ള ഈ എക്സിബിഷൻ നിങ്ങൾ പുനലൂരിൽ സംഘടിപ്പിച്ചോളൂ, ചെലവ് മുഴുവൻ ഞാൻ തരാമെന്ന്. ഇങ്ങനെയുള്ള ഒരുപാട് രംഗങ്ങൾ സാൽവേഷന്റെ ഒന്നാമത്തെ ഘട്ടത്തിൽ തിരുവനന്തപുരത്തേക്ക് അത് കൊണ്ടുപോകാൻ വേണ്ടി ഒരു ചാനലിന്റെ മുതലാളി പറഞ്ഞത് നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടാവും. ഒരുപാട് ആൾക്കാർ. നമുക്ക് പരലോകത്തിന്റെ പ്രശ്നമാണ്. പലരും അതിനെ കളിയാക്കുന്നുണ്ടാകാം, അല്ലേ? എന്താ ഇപ്പൊ ഫ്ലെക്സ് കൊണ്ട് എത്ര ആൾക്കാരാണത് വായിച്ച് കരഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോകുന്നത്, അല്ലേ? തീർച്ചയായും അതുകൊണ്ട് അതിന് സാമ്പത്തികമായി സഹായിക്കാൻ, മറ്റു നിലക്കുള്ള സഹായ സഹകരണങ്ങൾ നൽകാൻ നമ്മൾ തയ്യാറാകേണ്ടതുണ്ട്. നമ്മുടെ യുവാക്കളെയും യുവതികളെയും മക്കളെയും ഒന്നും ആരും ചൂഷണം ചെയ്യാൻ അനുവദിക്കരുത്. ശരീരം കാത്തു സൂക്ഷിക്കണം, മനസ്സ് കാത്തു സൂക്ഷിക്കണം. അവരുടെ കയ്യിൽ മൊബൈലുകൾ കൊടുക്കാതിരിക്കണം. അവർക്ക് നന്മയുടെ സന്ദേശങ്ങൾ പഠിപ്പിക്കണം. അവരുടെ കൂടെ നമ്മൾ ഉണ്ടാകണം. അവരെ സ്വൈരം കെടുത്തല്ലോ, കൽപ്പനകളിലൂടെ ഉപദേശ നിർദ്ദേശങ്ങളിലൂടെ അവരെ സ്വൈരം കെടുത്തുകയല്ല, അവർക്ക് തണലായി നിഴലായി പള്ളിയിലൂടെ, മതകേന്ദ്രങ്ങളിലൂടെ, QHLS-ലൂടെ, CRE-യിലൂടെ, ISM-ന്റെയും MSM-ന്റെയും KNM-ന്റെയും എല്ലാവിധത്തിലുള്ള പഠന പരിപാടികളിലൂടെ ഒരിക്കലും നമ്മൾ ഒറ്റയ്ക്ക് പള്ളിയിൽ പോവുകയില്ല. ഭാര്യയും ഭർത്താവും മാതാവും പിതാവും മക്കളും കൂട്ടുകുടുംബാദികളും എല്ലാം ഒരുമിച്ചുണ്ടാകും എന്ന് തീരുമാനമെടുക്കണം എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാം കേട്ട് ഏറ്റവും നല്ലത് പിൻപറ്റുന്ന ബുദ്ധിയുള്ളവരിൽ അല്ലാഹുവെ ഉൾപ്പെടുത്തുമാറാകണം. ഖുർആനും സുന്നത്തും അനുസരിച്ച് ജീവിക്കുന്ന, ഈമാനോടും തൗബയോടും കൂടി മരിക്കുന്ന മുഅ്മിനുകളിൽ അല്ലാഹുവെ രക്ഷപ്പെടുത്തണമേ. പടച്ചവനെ, മക്കളില്ലാത്ത ദമ്പതികൾക്ക് മക്കളെ കൊടുക്കണമേ. അനുവദനീയമായ ഭക്ഷണം മാത്രം കഴിക്കാൻ, വസ്ത്രം മാത്രം ധരിക്കാൻ, വാഹനത്തിൽ മാത്രം സഞ്ചരിക്കാൻ, വീട്ടിൽ മാത്രം കടന്നുറങ്ങാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണമേ. ഹറാമായ നിഷിദ്ധമായ കൈക്കൂലി, സ്ത്രീധനം, പലിശ, സിനിമ, ഗാനമേള, ഒപ്പന എന്നിവയിൽ നിന്നെല്ലാം പടച്ചവനെ രക്ഷപ്പെടുത്തുവാനാകണം. പടച്ചവനെ, ഞങ്ങളുടെ കരളിന്റെ കഷ്ണങ്ങളായ മക്കളെ, യുവതലമുറയെ നല്ല നിലക്ക് നയിക്കുവാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണമേ നാഥ. പരലോകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന, ഇഹലോകത്ത് സംരക്ഷിക്കുന്ന, സഹായിക്കുന്ന മാതാപിതാക്കളും മക്കളും കൂട്ടുകുടുംബാദികളും ഞങ്ങൾക്കുണ്ടാകുവാൻ നീ തൗഫീഖ് നൽകണേ നാഥ. ഖുർആൻ മനപ്പാടമാക്കുന്ന, ഹദീസുകൾ മനപ്പാടമാക്കുന്ന, അത് പറഞ്ഞു കൊടുക്കുന്ന ആളുകളിൽ അല്ലാഹുവെ നമ്മൾ ഉൾപ്പെടുത്തുമാറാകണമേ. ഖുർആനെയും ഹദീസിനെയും നിഷേധിക്കുന്ന എല്ലാവിധ ഗൂഢശ്രമങ്ങളിൽ നിന്നും ഞങ്ങൾ രക്ഷപ്പെടുത്തണമേ നാഥ. കൂടുതൽ നല്ല കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കുവാൻ അല്ലാഹുവെ തൗഫീഖ് നൽകണമേ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين وصلى الله على ختم الأنبياء والمرسلين. ചുങ്കത്തറ ഓർഫനേജിന്റെയും കോളേജിന്റെയും സൗജന്യ കലണ്ടർ സുന്നത്ത് നോമ്പുകൾ അടയാളപ്പെടുത്തിയത് വിതരണത്തിനുണ്ട്. ആളുകൾക്ക് അത് എടുത്തു കൊണ്ടുപോകാവുന്ന. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين وصلى الله على ختم الأنبياء والمرسلين. السلام عليكم.